ദിവസം നമ്മൾ പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ചാപ്റ്റർ 1 ഒന്നുകൂടെ പേര് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്തിനാണ്? സ്വാതന്ത്ര്യം. അപ്പൊ ഈ മാസം ഏതാണ്? ഇതേത് മാസമാണ്? ഓഗസ്റ്റ്. ഈ ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഇന്ത്യക്ക് എന്ത് കിട്ടിയത്? സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ എന്തുകൊണ്ടും ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റുന്ന നല്ലൊരു മന്താണ് അല്ലേ ഈ മാസം. അപ്പൊ നമ്മൾ അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് ഞാനത് പറഞ്ഞു പോവാം. അഗ്രികൾച്ചറിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പോളിസിയാണ് സ്റ്റാഗ്നേഷൻ. ആ സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന പോളിസി നടപ്പിലാക്കിയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഒരുപാട് കാര്യങ്ങളിൽ അതായത് അഗ്രികൾച്ചറിന്റെ ഒരുപാട് മേഖലകളൊക്കെ ബേക്കിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പൊ അതിൽ പ്രധാനമായിട്ടും ആ സ്റ്റാഗ്നേഷന്റെ കാരണങ്ങളായിട്ട് പറയുന്നത് എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ്, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ലാക്ക് ഓഫ് ടെക്നോളജി, നെക്സ്റ്റ് ലാക്ക് ഓഫ് ഫെർട്ടിലൈസർ യൂസസ്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ തുടങ്ങിയ പോയിന്റുകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദ ലാർജ് ഇന്ത്യൻ ഫാർമേഴ്സ് ടേൺ ഫുഡ് ക്രോപ്പ് ഇൻ ടു ക്യാഷ് ക്രോപ്പ്. അതിലേക്ക് ഒരു മാറ്റം നടത്തിയതിനെ വിളിച്ച പേരാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഒരു മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ അതിൽ പറഞ്ഞത് ലാൻഡ് സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ടിട്ട് 3 ഫോംസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. സെമീൻദാരി, റൈറ്റ്വാരി, മഹൽവാരി. അതിലേറ്റവും പ്രോമിനന്റ് ഫോമാണ് സെമീൻദാരി എന്ന് നമ്മൾ പറഞ്ഞു. സെമീൻദാരിയിൽ സെമീൻദാർസ് ആർ ദ അൾട്ടിമേറ്റ് ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. ലാൻഡിന്റെ യഥാർത്ഥ ഓണേഴ്സ് എന്ന് പറയുന്നത് സെമീൻദാർസ് ആണ്. അപ്പൊ അവരുടെ കീഴിലാണ് ഒരുപാട് ഭൂമിയുള്ളത്. അപ്പൊ അവര് കർഷകരെയൊക്കെ എന്ത് ചെയ്തു? ഒരുപാട് ചൂഷണം ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? കർഷകർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഇതെല്ലാം തന്നെ എന്ത് ചെയ്തു? ബംഗാൾ പ്രസിഡൻസിയിലാണ് ഇത് നടപ്പിലാക്കിയത്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അഗ്രികൾച്ചറിന്റെ ബേക്കിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞത് ഇൻഡസ്ട്രിയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഇൻഡസ്ട്രിയൽ പോളിസിയെ നമ്മൾ പറഞ്ഞ പേര് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അഡീഷണൽ പോയിന്റ്സ് എന്തെങ്കിലുമൊക്കെ വരണ പോയിന്റുകളൊക്കെ എഴുതി എവിടെയെങ്കിലും ചേർത്തോളാം കേട്ടോ. ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്നതാണ് നമ്മൾ അതിനെ പറഞ്ഞത്. വികേന്ദ്രീകൃത വ്യവസായ നയമാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് കളക്ടിംഗ് റോ മെറ്റീരിയൽസ് ഫ്രം ഇന്ത്യ ഇൻ ടു ദി മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് മാനുഫാക്ചർഡ് ഗുഡ്സ്. അതിലാണ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസി എന്ന് പറയുന്നത്. അതാണ്. പിന്നെ അതിൽ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രികളൊക്കെ തകർന്നു. പിന്നെ ഇന്ത്യയില് 19-ാം നൂറ്റാണ്ടിൽ ഒരുപാട് ഇൻഡസ്ട്രിയൽസിലൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്തു. പ്രധാനമായിട്ടും പേപ്പർ, കോട്ടൺ, ജൂട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികൾ എന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഒരു ലാൻഡ് മാർക്കിംഗ് ആയിട്ട് നമ്മൾ പറയുന്നത് 1907 ടിസ്കോ എന്നറിയപ്പെടുന്ന വ്യവസായമാണ്. ടിസ്കോ എന്ന് പറഞ്ഞാൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായമാണ്. 1907 ജംഷഡ്ഡി ടാറ്റ എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിൽ ബീഹാറിലെ ജംഷഡ്പൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ വ്യവസായം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ വളരെ വഴിത്തിരിവായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് 1907 നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന ടേം ലാൻഡ് മാർക്ക് എന്നൊക്കെ നമ്മൾ പറയാം. ലാൻഡ് മാർക്ക് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ്, മൈൽ സ്റ്റോൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കവിടെ പറയാം. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ ഇന്ത്യയിൽ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസുകളൊന്നും ഡെവലപ്പ് ചെയ്തിരുന്നില്ല. ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസിന് ഹെവി മെഷീൻസും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പൈസ മുടക്കാൻ ആര് തയ്യാറായിരുന്നില്ല? ബ്രിട്ടീഷുകാർ തയ്യാറായിരുന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രി ഇൻ ടു ദ GDP വാസ് വെരി ലോ. അപ്പൊ ഇൻഡസ്ട്രി എന്ന് പറയുന്ന മേഖല GDP നമ്മൾ നോക്കുമ്പോൾ വളരെ എന്തായിരുന്നു? കുറവായിരുന്നു. തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അഗ്രികൾച്ചറായി ഇൻഡസ്ട്രികൾ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകും. അപ്പൊ അടുത്തത് ബ്രിട്ടീഷുകാർ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഫോറിൻ ട്രേഡാണ്. ഏതാണ്? ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ അതിനെ വിദേശ വ്യാപാരം എന്ന് പറയും. ഓക്കെ. അപ്പൊ ട്രേഡ്, അപ്പൊ ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ വിദേശ വ്യാപാരം. അപ്പൊ പണ്ട് മുതലേ തന്നെ ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമാണ്? ട്രേഡിന് വളരെ പ്രശസ്തമായിട്ടുള്ള രാജ്യമാണ്. അപ്പൊ ട്രേഡ് നേഷൻസിൽ അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഏതെന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ ഡ്യൂറിംഗ് കൊളോണിയൽ പീരീഡ് ദ പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷേഴ്സ് adversely affect the structure and the composition of India's foreign trade. പക്ഷേ ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ബ്രിട്ടീഷുകാരുടെ നയങ്ങളെല്ലാം തന്നെ നമ്മളെ ഇന്ത്യൻ ട്രേഡിന്റെ
എല്ലാ മേഖലയും പ്രതികൂലമായ രീതിയിൽ എന്ത് ചെയ്യേണ്ടത് ബാധിക്കുകയുണ്ടായി. അപ്പൊ ബ്രിട്ടീഷുകാര് ട്രേഡിന്റെ മേഖലയിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിരുന്നത് ഉണ്ടാക്കിയിരുന്നത്. കിട്ടിയോ? അപ്പൊ ആ ട്രേഡിന്റെ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ഇതാണ്: ഇന്ത്യ എക്സ്പോർട്ടിംഗ് primary product and importing finished goods. ഇതാണ് ട്രേഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് നമുക്ക് പറയേണ്ടത്. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്തു? പ്രൈമറി പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ പ്രാഥമിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും നിർമ്മിത വസ്തുക്കൾ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു ഈ റോ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോയി ബ്രിട്ടനിൽ കൊണ്ടുപോയി ഇൻഡസ്ട്രിയിൽ ഉപയോഗിച്ച് ഉൽപാദനമൊക്കെ നടത്തി നല്ല ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റും, ഫൈനൽ പ്രോഡക്റ്റ് ആക്കി മാറ്റും. എന്നിട്ട് ഈ ഫൈനൽ പ്രോഡക്റ്റിനെ ബ്രിട്ടന് വിൽക്കണ്ടേ? വിൽക്കാൻ വേണ്ടിയിട്ട് അത് എവിടെ കൊണ്ടുവരും? ഇന്ത്യയിൽ കൊണ്ടുവരും. അപ്പൊ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരും. അങ്ങനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഈ പ്രൈമറി പ്രോഡക്റ്റുകളെ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളാക്കി കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ജോലിയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ട്രേഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇതാണ്. അപ്പൊ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ഈസ് ദി ഇന്ത്യ എക്സ്പോർട്ടിംഗ് പ്രൈമറി പ്രോഡക്ട്സ് ആൻഡ് ഇമ്പോർട്ടിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ്. പ്രാഥമിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും നിർമ്മിത ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അന്തിമ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യപ്പെടുകയും ചെയ്യുന്ന രാജ്യമായിട്ട് ആര് മാറി? ഇന്ത്യ മാറി. അപ്പൊ പോയിന്റ് മനസ്സിൽ നിൽക്കൂ. അപ്പൊ എന്തിനാണ്? ഡ്യൂറിംഗ് കൊളോണിയൽ പീരീഡ് ഇന്ത്യ എക്സ്പോർട്ടിംഗ് പ്രൈമറി ഗുഡ്സ്. ഡ്യൂറിംഗ് കൊളോണിയൽ പീരീഡ് ഇന്ത്യ എക്സ്പോർട്ടിംഗ് പ്രൈമറി ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ടിംഗ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ഇനി അവിടെ പറയേണ്ട കേസ് ഇതാണ്: ഈ എക്സ്പോർട്ട് ചെയ്ത സാധനങ്ങൾ എന്തെല്ലാം? എക്സ്പോർട്ട് ചെയ്ത സാധനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും റോ കോട്ടൺ, സിൽക്ക്, ഊൾ, ഇതിന്റെ എല്ലാത്തിന്റെയും റോ മെറ്റീരിയൽസുകളാണ് എന്ത് ചെയ്തത്? എക്സ്പോർട്ട് ചെയ്യപ്പെട്ടത്. പിടികിട്ടിയോ? ഇനി ഇമ്പോർട്ട് ചെയ്യപ്പെട്ട സാധനങ്ങൾ എന്തിനാണ്? ഇതിന്റെ എല്ലാത്തിന്റെയും ഫൈനൽ ഗുഡ്സുകളെയാണ്, ഈ പോയ സാധനങ്ങളുടെ എല്ലാത്തിന്റെയും ഫൈനൽ ഗുഡുകളാണ് എന്ത് ചെയ്തത്? ഇമ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ കോട്ടന്റെ അസംസ്കൃത വസ്തുവിനെയാണ് നേരെ കയറ്റുമതി ചെയ്യുന്നത്. റോ മെറ്റീരിയൽസിനെ നേരെ കയറ്റുമതി ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ അവിടെ കൊണ്ട് ചെന്ന് മെഷീനിൽ വെച്ച് നല്ല ഉൽപ്പന്നങ്ങളാക്കി അതിന്റെ ഫൈനൽ പ്രോഡക്റ്റിനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ഇമ്പോർട്ട് ചെയ്യപ്പെടും. പിടികിട്ടിയോ? അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ റോ കോട്ടൺ, സിൽക്ക്, വൂള് ഇത്രയും നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. ഇനി ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണ്? ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഓഫ് റോ കോട്ടൺ, സിൽക്ക്, വൂള്. അതായത് കോട്ടണില്, സിൽക്കില്, വൂളിലൊക്കെ ഉണ്ടാക്കിയ ഫൈനൽ ഗുഡുകൾ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തു? ഇമ്പോർട്ട് ചെയ്യപ്പെട്ടു. പിടികിട്ടിയോ? ഇത്രയും കാര്യങ്ങളാണ് ട്രേഡിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത ഈ ട്രേഡുമായി ബന്ധപ്പെട്ട് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ് അല്ലെങ്കിൽ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ഡ്യൂറിംഗ് കൊളോണിയൽ പീരീഡ്. അതില് ഒന്നാമതായി പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ്. അതാണ് പോയിന്റ്. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ്. Features of India's foreign trade. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഇന്ത്യയില് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്തെന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഒരുപാട് എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായി. എന്തുണ്ടായി? എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായി. ഇന്ത്യയിൽ എന്തുണ്ടായി? ഒരുപാട് എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായി. ഈ ഉണ്ടായ എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറയുന്നത് സർപ്ലസ് എന്ന് പറഞ്ഞാൽ അധികം. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? കയറ്റുമതി ചെയ്തപ്പോഴത്തേക്ക് നല്ല ലാഭം ഉണ്ടായി. പക്ഷേ ദീസ് എക്സ്പോർട്ട് സർപ്ലസീസ് ഡിഡ് നോട്ട് യൂസസ് ഫോർ ദ ഇന്ത്യൻസ്. ഇങ്ങനെയുള്ള എക്സ്പോർട്ട് സർപ്ലസുകളൊന്നും ഇന്ത്യക്കാരുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നില്ല? അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിരുന്നില്ല? വിനിയോഗിച്ചിരുന്നില്ല. പിടികിട്ടിയോ? ദ എക്സ്പോർട്ട് സർപ്ലസ് ഡിഡ് നോട്ട് യൂസ് ഫോർ ഇന്ത്യൻസ്. ആരാ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് അത് വിനിയോഗിക്കാതിരുന്നത്? ബ്രിട്ടീഷേഴ്സ്. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിലെ സാലിയന്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇതാണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇന്ത്യ ഫോറിൻ ട്രേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് എന്തിനാണ്? ഇന്ത്യ
ഏൺ എക്സ്പോർട്ട് സർപ്ലസ്. സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. ഇന്ത്യ ഏൺ എക്സ്പോർട്ട് സർപ്ലസ്. പുസ്തകത്തിൽ കിടക്കുന്ന അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. ഇന്ത്യ ഏൺ എക്സ്പോർട്ട് സർപ്ലസ് ഒരു പോയിന്റ്, അത് മനസ്സിൽ നിൽക്കുമല്ലോ. ഓക്കെ, എന്നിട്ട് ദാറ്റ് എക്സ്പോർട്ട് സർപ്ലസ്, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ദാറ്റ് എക്സ്പോർട്ട് സർപ്ലസ് ഡിഡ് നോട്ട് യൂസസ് ഫോർ ഇന്ത്യൻസ്. ആ എക്സ്പോർട്ട് സർപ്ലസിലൊന്നും ഇന്ത്യൻസിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ടല്ല അവരെന്ത് ചെയ്തിരുന്നത്, വിനിയോഗിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ആ എക്സ്പോർട്ട് സർപ്ലസ് പിന്നെ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മെയിൻറ്റെയിൻ ഫോർ ദ വാർ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ബ്രിട്ടൻസ് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ വാർ എക്സ്പെൻഡിച്ചർ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇന്ത്യയിൽ തന്നെയാണ് അവരത് ഉപയോഗിച്ചതെങ്കിലും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ സാധനങ്ങൾ എന്ത് ചെയ്തിരുന്നത്, ഉപയോഗിച്ചത്. അല്ലാതെ ഇന്ത്യക്കാരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടോ അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലായിരുന്നു ഈ പൈസ എന്ത് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഈ എക്സ്പോർട്ട് സർപ്ലസ് ഉപയോഗിച്ചത്. ഇത്രയേ ഉള്ളൂ ഫോറിൻ ട്രേഡിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നെക്സ്റ്റ് ഏരിയ ഈസ് ദ ബ്രിട്ടീഷ് ഏരിയ ബൈ ദ ബ്രിട്ടീഷേഴ്സ് ഈസ് ദ ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരം. വിദേശ വ്യാപാരത്തിന് നമ്മൾ എന്താണ് പറഞ്ഞത്? ദ ബ്രിട്ടീഷ് ട്രേഡ് പോളിസീസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദി സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ്. ബ്രിട്ടീഷുകാരുടെ നയങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ എല്ലാ മേഖലകളെയും, ട്രേഡുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും പ്രതികൂലമായിട്ട് എന്ത് ചെയ്തു, ബാധിച്ചു. പിടികിട്ടിയോ? അപ്പൊ അതിൽ നമ്മൾ എന്താ പറഞ്ഞ, ഡ്യൂറിംഗ് കൊളോണിയൽ പീരീഡ് ഇന്ത്യ വാസ് ദി എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രോഡക്ട്സ്. ഇന്ത്യ വാസ് ദ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രോഡക്ട്സ് ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. പ്രൈമറി പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്തു, ഫിനിഷ്ഡ് ഗുഡ്സുകളെ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. പിടികിട്ടിയോ? ഇനി ഇന്ത്യസ് എക്സ്പോർട്ടിംഗ് പ്രൈമറി പ്രോഡക്ട്സ് ആർ റോ കോട്ടൺ, സിൽക്ക്, വൂള് എക്സെട്ര. മനസ്സിലായില്ലേ? ഇനി ഇന്ത്യസ് ഇമ്പോർട്ടഡ് ദി ഫിനിഷ്ഡ് ഗുഡ്സ് സച്ച് ആസ് ദ ഫിനിഷ്ഡ് വൂൾസ്, കോട്ടൺ, റോ മെറ്റീരിയൽസ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് എന്ത് ചെയ്തത്, ഇന്ത്യ ഇമ്പോർട്ട് ചെയ്തത്. ഇനി സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ്. ഇന്ത്യൻ ഫോറിൻ ട്രേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാലിയന്റ് ഫീച്ചർ, വീഡിയോ വരുന്നില്ല. സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ്. സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ്. ഇന്ത്യസ് ഫോറിൻ ട്രേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആയിട്ട് നമ്മൾ പറഞ്ഞ രണ്ട് ഫീച്ചറുകൾ എന്തിനാണ്? ഡ്യൂറിംഗ് കൊളോണിയൽ പീരീഡ് ഇന്ത്യ ഏൺ എക്സ്പോർട്ട് സർപ്ലസ്. ഏൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നേടുക. അപ്പൊ എക്സ്പോർട്ട് സർപ്ലസ് ഏൺ ചെയ്തു. ബട്ട് ദീസ് എക്സ്പോർട്ട് സർപ്ലസ്, രണ്ടാമത്തെ ഫീച്ചറാണ്, ബട്ട് ദീസ് എക്സ്പോർട്ട് സർപ്ലസ് ഡിഡ് നോട്ട് യൂസ് ഫോർ ഇന്ത്യൻസ്. ഇന്ത്യൻസിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇതൊന്നും മാറ്റി വെച്ചില്ല. പിടികിട്ടിയോ? അപ്പൊ ഇത്ര കാര്യങ്ങളെ ഫോറിൻ ട്രേഡിനകത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത പറയണ്ട. യെസ്, അടുത്ത ബ്രിട്ടീഷുകാരുടെ ഒരു ഏരിയയാണ് ഡെമോഗ്രാഫിക് കണ്ടീഷൻ എന്ന് പറയും. ഡെമോഗ്രാഫിക് കണ്ടീഷൻ. ഡെമോഗ്രാഫിക് കണ്ടീഷൻ. ഡെമോഗ്രാഫിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഡെമോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെമോക്രസി അല്ല ഡെമോഗ്രാഫി. ഡെമോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. എന്തിനെ സംബന്ധിക്കുന്ന പഠനമാണ്? പോപ്പുലേഷനെ സംബന്ധിക്കുന്ന പഠനത്തെ പറയുന്ന പേരാണ് ഡെമോഗ്രാഫി. അപ്പൊ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഇന്ത്യൻ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ എന്താണ് എന്നതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്, ഡെമോഗ്രാഫിക് കണ്ടീഷൻ. അപ്പോ അതിലാദ്യമായിട്ട് നമ്മൾ പറയുന്നത് ദ ടേം ഡെമോഗ്രഫി മീൻസ് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. ഡെമോഗ്രാഫി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്ന എന്തിനാണ്? പോപ്പുലേഷനെ സംബന്ധിക്കുന്ന പഠനമാണ്. ഓക്കെ, യെസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് പോപ്പുലേഷനെ സംബന്ധിക്കുന്ന പഠനമാണെങ്കിൽ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് കാനേഷുമാരി സെൻസസ് എന്ന് പറയും. പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനത്തെ പറയുന്ന പേര് സെൻസസ് എന്ന് പറയും. ദ ഫസ്റ്റ് സെൻസസ് ഓഫ് ഇന്ത്യ ഇൻ 1881. ഇന്ത്യയിലെ ഒന്നാമത്തെ സെൻസസ് ഏത് വർഷമാണ് നടന്നത്? 1881 നടന്നത്. അപ്പൊ 1881 നമ്മളിവിടെ ഇന്ത്യ ആരാണ് ഭരിക്കുന്നത്? ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത്.
അപ്പൊ ഇന്ത്യയിലെ ഒന്നാമത്തെ സെൻസസ് നടപ്പിലാക്കുന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അത് ഏത് വർഷമാണ്? 1889. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദ ഫസ്റ്റ് സെൻസസ് ഓഫ് ഇന്ത്യ വാസ് ഇൻ 1881. ഓക്കെ. ഇനി ഈ സെൻസസിനിടയിലുള്ള പീരീഡുകൾ എന്ന് പറയുന്നത്, അതായത് ഒരു സെൻസസ് കഴിഞ്ഞാൽ അടുത്ത സെൻസസ് നടക്കുന്നത് എവറി 10 years. എവരി 10 years. എത്ര വർഷങ്ങളാണ്? ഓരോ 10 വർഷങ്ങളിലാണ് ഈ സെൻസസ് നടപ്പിലാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ 10 വർഷങ്ങളിലാണ് സെൻസസ് നടപ്പിലാക്കുന്നത്. ദ സെൻസസ് വാസ് കണ്ടക്ടഡ് എവറി 10 years. അപ്പൊ ഇന്ത്യയില് ഇപ്പൊ എന്തായിരിക്കും സെൻസസ് നടന്നിട്ടുള്ളത്? ഇന്ത്യയില് 1881 മുതൽ നമ്മൾ ഇങ്ങോട്ട് കണക്കാക്കി വയ്ക്കുക മതി. 1881, 1891 അല്ലെ, 1901 അല്ലെ, 11, 21, 31, 41, 51, 61, 71, 81, 91, 2001, 2011 അല്ലെ, 2011. ഇനി അടുത്ത സെൻസസ് എന്നാ നടക്കുന്നേ? 2021 സെൻസസ് നടക്കുന്നത്. ഇപ്പൊ ഏതാണ്? 2020 അല്ലേ? ഓക്കെ. ഇനി ഒരു വർഷം കൂടെ കഴിയുമ്പോൾ എന്ത് നടക്കും? സെൻസസ് നടക്കും. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് സെൻസസ് എന്നാണ് നടന്നത്? 2011 ഇന്ത്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് സെൻസസ് നടന്നത്. ഇവിടെ ഇടിയല്ലോ. ഇനി അടുത്ത സെൻസസ് എന്നാ നടക്കാനിരിക്കുന്നത്? 2011 ഇന്ത്യയിൽ അടുത്ത സെൻസസ് നടക്കാൻ ഇരിക്കുന്നത്. അപ്പൊ അത്രയും മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ? ഡെമോഗ്രാഫി മീൻസ് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. ദ ഫസ്റ്റ് population census was conducted in the year 1881. Okay, the census was conducted every 10 years. അപ്പൊ ഇന്ത്യയില് അത് കഴിഞ്ഞിട്ടുള്ള സെൻസസ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് എണ്ണി നോക്കിയാലും മതി. ഇവിടെ മുതൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് എണ്ണി നോക്കിയാൽ മതി. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം സെൻസസ് എന്താണ് നടന്നത്? ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്ത്യയുടെ സെൻസസ് നടക്കുന്നത് 1951. ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്ത്യയുടെ സെൻസസ് നടക്കുന്നത് 1951. ചിലപ്പോൾ അവിടെ നിന്നൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഇന്ത്യയിൽ നിലവിൽ ഇതുവരെ എത്ര സെൻസസ് നടന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്വതന്ത്ര ഭാരതത്തിൽ എത്ര സെൻസസ് നടന്നിട്ടുണ്ട്? സ്വതന്ത്ര ഭാരതം എന്ന് പറയുമ്പോഴത്തേക്ക് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. 51 മുതൽ 2021 കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ, ഇനിയിപ്പോ നിങ്ങൾക്ക് 2021 കഴിഞ്ഞിട്ട് പരീക്ഷ നടക്കുള്ളൂ. ഓക്കെ, അന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് മുതലുള്ള പീരീഡ് കണക്കാക്കിയാൽ, മൊത്തത്തിലാണെങ്കിൽ ഇത് മുതലുള്ളത് കണക്കാക്കിയാൽ. ഓക്കെ. ഇനി ഡെമോഗ്രാഫി കണ്ടീഷന് 3 പ്രധാനപ്പെട്ട സ്റ്റേജുകളുണ്ട്. അപ്പൊ ഡെമോഗ്രാഫി കണ്ടീഷൻ ഹാവ് 3 phases. 3 ഫേസുകളുണ്ട്. ഫേസ് എന്തിനാണ്? ഘട്ടം, ഫേസ്. അപ്പൊ ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഹൈ ഡെത്ത് റേറ്റ്. ഉയർന്ന ജനന നിരക്കും ഉയർന്ന മരണനിരക്കും. 10 പേര് ജനിക്കുമ്പോൾ 10 പേര് മരിക്കുന്നു. മനസ്സിലായല്ലോ? എത്രയാണോ ജനനം നടക്കുന്നത് അതിന് ആനുപാതികമായിട്ട് എന്തും നടക്കുന്നു? മരണവും നടക്കുന്നു. അപ്പോ ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഹൈ ഡെത്ത് റേറ്റ്, ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഡെമോഗ്രാഫിക് കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ ഫേസ് എന്തിനാണ് നോക്കുന്നത്? രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ലോ ഡെത്ത് റേറ്റ്. ഹൈ ബർത്ത് റേറ്റും ലോ ഡെത്ത് റേറ്റ്. എന്ത് കൂടുതലാണ്? ബർത്ത് റേറ്റ് കൂടുതലാണ്. എന്ത് കുറവാണ്? ഡെത്ത് റേറ്റ് കുറവാണ്. അപ്പൊ ജനനം കൂടുതലും മരണം കുറവുമായിരിക്കും രണ്ടാമത്തെ സ്റ്റേജ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തിനുള്ള സാധ്യത ഉണ്ട്? ജനനം കൂടുതലും മരണം കുറവുമാകുന്ന സമയത്ത് എന്തായിരിക്കും പ്രശ്നം ഉണ്ടാകുന്ന? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യാ വിസ്ഫോടനത്തിനുള്ള സാധ്യത. ശരിയല്ലേ? അപ്പൊ ജനസംഖ്യാ വിസ്ഫോടനമൊക്കെ സംഭവിക്കുന്ന ഡെമോഗ്രാഫിക് കണ്ടീഷന്റെ എത്രാമത്തെ സ്റ്റേജിലാണ്? രണ്ടാമത്തെ സ്റ്റേജിലാണ്. റെഡിയാവും. അപ്പൊ ഇന്ത്യയെ ഈ സ്റ്റേജിലാണ് നിലകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റേജിലാണ് ഇന്ത്യയൊക്കെ ഇപ്പൊ നിലനിൽക്കുന്നത്. ഓക്കെ, യെസ്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലോ ബർത്ത് റേറ്റ് ആൻഡ് ലോ ഡെത്ത് റേറ്റ്. രണ്ടും എന്തായിരിക്കും? കുറവായിരിക്കും. പേര് മാത്രം പഠിച്ചാൽ മതി. ഇത് ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹൈ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഒക്കെ ആവുന്നത്. കാരണങ്ങളൊന്നും പഠിക്കുന്നു. അപ്പൊ ലോ ബർത്ത് റേറ്റ് ആൻഡ് ലോ ഡെത്ത് റേറ്റ്, താഴ്ന്ന ജനന നിരക്കും താഴ്ന്ന മരണനിരക്കും.
ഇതാണ് ഡെമോഗ്രാഫിക് കണ്ടീഷന്റെ 3 പ്രധാനപ്പെട്ട അവസ്ഥകളാണ് പറയുന്നത്. But the demographic condition have 3 phases. The phase number 1, high birth rate and high death rate. Phase number 2, high birth rate and low death rate. Phase number 3, low birth rate and low death rate. കാര്യം മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത നമ്മൾ പറയുന്ന ഈ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ്. വാട്ട് ആർ ദ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ? ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സുകൾ ഏതൊക്കെയെന്നാണ് പറയുന്നത്. ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് ജനസംഖ്യയെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററുകൾ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എപ്രകാരമായിരുന്നു? എന്തിനാണ് ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ? ബ്രിട്ടീഷ് ഭരണകാലത്തിലെ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സുകൾ ഏതെല്ലാം? അതിൽ ഒന്ന്, ലിറ്ററസി ലെവൽ വാസ് ലോ. ലിറ്ററസി ലെവൽ ലിറ്ററസി ലെവൽ എന്ന് പറയുന്നത് എന്തിനാണ്? സാക്ഷരതാ നിരക്ക്. എഴുത്തും വായനയും അറിയാനുള്ള അവസ്ഥയെ പറയുന്ന പേരാണ് സാക്ഷരത. മനസ്സിലായില്ലേ? അവരവരുടെ പേരെങ്കിലും എഴുതാനും വായിക്കാനൊക്കെ അറിയാനുള്ള അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ലിറ്ററസി ലെവൽ. അപ്പൊ ലിറ്ററസി ലെവൽ വാസ് ലോ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആൾക്കാർക്ക് വളരെ എന്തായിരുന്നു? കുറവായി. ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഓക്കെ. ഫോറിൻ ട്രേഡ് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നില്ല, എന്നാൽ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നില്ല. അപ്പൊ ലിറ്ററസി ലെവൽ വാസ് ലോ ഒന്നാമത്തേതാണ്. ഇനി രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഫീമെയിൽ ലിറ്ററസി വാസ് വെരി ലോ. ലിറ്ററസി വാസ് ലോ. സ്ത്രീ സാക്ഷരത വളരെ കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കൊന്നും വിദ്യാഭ്യാസം കൂടുതൽ എന്ത് ചെയ്തിരുന്നില്ല, കിട്ടിയിരുന്നില്ല. അപ്പൊ ഒന്ന് ജനറൽ ലിറ്ററസി ലെവൽ വാസ് ലോ. ആണുങ്ങളുടെ കാര്യവും പെണ്ണുങ്ങളുടെ കാര്യമാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ലിറ്ററസി ലെവൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബോത്ത് മെൻ ആൻഡ് മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടുപേരുടെ കാര്യം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. അത് മൊത്തത്തിൽ ലോ ആയിരുന്നു. പിന്നെ സ്ത്രീ സാക്ഷരത എടുക്കുകയാണെങ്കിൽ അതും വളരെ എന്തായിരുന്നു? ലോ ആയിരുന്നു. മൂന്നാമത്തത്, ഒന്ന് ലിറ്ററസി ലെവൽ വാസ് ലോ, രണ്ട് ഫീമെയിൽ ലിറ്ററസി വാസ് ലോ. നെക്സ്റ്റ്, ഇനാഡിക്വേറ്റ് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് വാസ് അൺഅവൈലബിൾ. പൊതുജന ആരോഗ്യ സംവിധാനങ്ങൾ ലഭ്യമായിരുന്നില്ല. പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് വാസ് അൺഅവൈലബിൾ. പൊതു ആരോഗ്യ സംവിധാനങ്ങൾ, അതായത് ഒരു രോഗം വന്നാലോ അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ രോഗമൊക്കെ അറിയാലോ, COVID-19 പോലുള്ള പകർച്ചവ്യാധികൾ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേർക്കൊക്കെ വന്നപ്പോഴത്തേക്ക് അതിനെ ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ ഒരു പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. അടുത്ത നാലാമത് പറയുന്നത്, ദ അൺഅവൈലബിൾ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ക്രിയേറ്റ് വൈഡ് സ്പ്രെഡ് ഡിസീസസ്. വൈഡ് സ്പ്രെഡ് ഡിസീസസ്. അപ്പൊ അൺഅവൈലബിൾ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ക്രിയേറ്റ് വൈഡ് സ്പ്രെഡ് ഡിസീസസ്. വൈഡ് സ്പ്രെഡ് ഡിസീസസ്. അപ്പൊ രോഗങ്ങളൊക്കെ വളരെ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓക്കെ. നമ്പർ 4 എന്ന് പറയുന്നത് അൺഅവൈലബിൾ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ക്രിയേറ്റ് വൈഡ് സ്പ്രെഡ് ഡിസീസസ്. രോഗങ്ങളുണ്ടായി. അഞ്ചാമത്തെ, മോർട്ടാലിറ്റി റേറ്റ് വാസ് ഹൈ. മോർട്ടാലിറ്റി റേറ്റ് ഹൈ ആയിരുന്നു. മാതൃമരണ നിരക്ക് അല്ലെ? കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിക്കുന്ന സമയത്ത് ആരോഗ്യത്തോട് കൂടിയിട്ട് മാതാവും കുഞ്ഞുമൊക്കെ ഇരിക്കണം. അപ്പൊ മാതാവ് എന്ത് ചെയ്യും? മരണപ്പെട്ടു പോകുന്ന അവസ്ഥ. മോർട്ടാലിറ്റി റേറ്റ് ഹൈ ആയിരുന്നു. നെക്സ്റ്റ്, ഇൻഫാന്റ് മോർട്ടാലിറ്റി വാസ് ഹൈ. ശിശു മരണ നിരക്കും എന്തായിരുന്നു? കൂടുതലായിരുന്നു. ഇൻഫാന്റ് മോർട്ടാലിറ്റി ഹൈ. ഇൻഫാന്റ് മോർട്ടാലിറ്റി, ശിശു മരണ നിരക്കും കൂടുതലായിരുന്നു. ഇനി ആറാമത്തെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്, ദ ലിറ്ററസി ലെവൽ വാസ് ദ ലൈഫ് എക്സ്പെക്ടൻസി വാസ് വാസ് only 32 years. ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 32 വയസ്സ് വരെ മാത്രമേ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി 32 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ. അപ്പൊ 32 എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല പ്രൊഡക്റ്റീവ് ആയ സ്റ്റേജാണ്. മരണപ്പെടാനൊന്നും യോഗ്യമല്ലാത്ത ഒരു വയസ്സാണ് 32 വയസ്സെന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ കേന്ദ്ര ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് ഏകദേശം
60 വയസ്സ് വരെ അവർ ജോലി കൊടുക്കുന്നുണ്ട് അല്ലെ? സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 60 വയസ്സ് വരെ ജോലി കൊടുക്കുന്നുണ്ട്. അതിനർത്ഥം എന്തിനാണ്? ഒരു മനുഷ്യന് 60 വയസ്സ് വരെ ഒരു പ്രൊഡക്റ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ രാജ്യത്തിന് പ്രൊഡക്ടിവിറ്റി നൽകാൻ അവന് കഴിയും, ഉൽപാദനക്ഷമതയിൽ ഏർപ്പെടാൻ അവന് കഴിയുമെന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞാൽ അവരെ സർവീസിൽ നിന്ന് എന്ത് ചെയ്യും പറഞ്ഞത്. സ്റ്റേറ്റ് ഗവൺമെന്റിൽ 56 വയസ്സ് 57 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവരെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ 32 വയസ്സെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 32 വയസ്സെന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ച് എന്തല്ല, മരിക്കാൻ യോഗ്യമായ ഒരു പ്രായമൊന്നുമല്ല. പക്ഷെ അന്ന് ആ കൊളോണിയൽ പീരീഡില് നല്ല സംവിധാനങ്ങളൊന്നും കിട്ടാത്തതിന്റെ ഭാഗമായിട്ട് 32 വയസ്സ് വരെ മാത്രമേ ആൾക്ക് ആയുർദൈർഘ്യം ഉണ്ടാകും. ദ ലൈഫ് എക്സ്പെക്ടൻസി വാസ് ഓൺലി 32 ഇയേഴ്സ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ, എത്ര പോയിന്റ് പറഞ്ഞു? 6 പോയിന്റുകൾ പറഞ്ഞു. 6 വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നത് ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്ററുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ലൈഫ് എക്സ്പെക്ടൻസി, ഇൻഫാന്റ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ എഫക്ട് കൂടി അവിടെ പറയണം. ഒന്നാമത്തെ എന്തിനാണ്? ലിറ്ററസി ലെവൽ വാസ് ലോ, സാക്ഷരത കുറവായിരുന്നു. ഫീമെയിൽ ലിറ്ററസി വാസ് ലോ, സ്ത്രീ സാക്ഷരത കുറവായിരുന്നു. പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് വാസ് അൺഅവൈലബിൾ, വേർ അൺഅവൈലബിൾ. പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസുകൾ ലഭ്യമായിരുന്നില്ല. ദ അൺഅവൈലബിൾ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ക്രിയേറ്റ് വൈഡ് സ്പ്രെഡ് ഡിസീസസ്. അതായത് അൺഅവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലഭ്യമാകാത്ത പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് അത് വൈഡ് സ്പ്രെഡ് ഡിസീസസിന് കാരണമായി, വലിയ പകർച്ചവ്യാധികൾക്കും മറ്റുമൊക്കെ കാരണമായി. ഓക്കെ, നമുക്കറിയാലോ 2020 ആയപ്പോഴത്തേക്ക് COVID-19 പോലുള്ള വലിയ പകർച്ചവ്യാധികളൊക്കെ നമ്മുടെ ലോകത്ത് നമ്മളിപ്പോ കാണുന്നതാണ്. ഇതിന് ഒരു 100 വർഷം നമ്മൾ ബാക്കിലോട്ട് ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്ക് പ്ലേഗ്, ചൈനീസ് ഫ്ലൂ അതുപോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജനങ്ങൾക്ക് ഒരുപാട് പിടിപെട്ടിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ ജനങ്ങൾ ഒരുപാട് പകർച്ചവ്യാധി മറ്റുമൊക്കെ ഫേസ് ചെയ്ത ഒരു സന്ദർഭത്തിൽ അതിലേക്ക് പരിഹരിച്ച് മാറ്റാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും ആരും ചെയ്തിരുന്നില്ല, ബ്രിട്ടീഷുകാര് ചെയ്തിരുന്നില്ല. നെക്സ്റ്റ്, മോർട്ടാലിറ്റി റേറ്റ് ഹൈ. മാതൃമരണ നിരക്ക് കൂടുതലായിരുന്നു. മനസ്സിലായത്? അതായത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന സമയത്ത് അമ്മ മരണപ്പെട്ടു പോകുന്നൊരവസ്ഥ അത് കുറവായിരുന്നു. ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ഹൈ, ശിശു മരണ നിരക്ക് കൂടുതലായിരുന്നു. ലാസ്റ്റ് ലൈഫ് എക്സ്പെക്ടൻസി വാസ് ഓൺലി 32 ഇയേഴ്സ്. ആയുർദൈർഘ്യം എന്ന് പറയുന്നത് വെറും 32 വയസ്സ് വരെ മാത്രം ആയിരുന്നു. 32 വയസ്സാകുമ്പോഴത്തേക്ക് ആളുകളൊക്കെ മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. ഇന്ത്യയുടെ ഒന്നാമത്തെ സെൻസസ് എന്നാണ് നടന്നത്? 1881. ഓക്കെ, സെൻസസിനിടയിലുള്ള കാലയളവുകൾ 10 വർഷം. അപ്പൊ ഇന്ത്യയില് സെൻസസുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് ഏറ്റവും നമ്മുടെ ഇന്ത്യയിലെ അവസാനത്തെ സെൻസസ് നടന്നത് 2011. ഇനി അടുത്ത നടക്കാനിരിക്കുന്ന 2021 വരുമ്പോഴത്തേക്ക് അപ്പൊ പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള കുറെ ജികളൊക്കെ നമുക്ക് അന്ന് വരും. 2011 ശേഷം ഇന്ത്യയിൽ സാന്ദ്രത കൂടിയത്, ജനസാന്ദ്രത കൂടിയത്, അല്ലെങ്കിൽ ഏരിയ കൂടുതൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. പിന്നെ ഓരോ ദിവസങ്ങൾക്കനുസരിച്ച് നമ്മളെ ഈ കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. 2011 കാര്യങ്ങളിൽ 2020 സംഭവിക്കുന്ന നമ്മൾ കറണ്ട് ജിക എന്നൊക്കെ പറയും. അത് ഓരോ സാഹചര്യങ്ങൾ, ഓരോ സമയങ്ങൾക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ 2021 അത് വരുമ്പോഴത്തേക്ക് പുതിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ കണക്ട് ചെയ്ത് പഠിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും. അടുത്ത, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു, ആരോഗ്യ സംവിധാനങ്ങളില്ലായിരുന്നു, വൈറസ് സ്പ്രെഡ് ഡിസീസ് ഉണ്ടായി, മാതൃമരണ നിരക്ക് കൂടുതലായിരുന്നു, ശിശുമരണ നിരക്ക് കൂടുതലായിരുന്നു. ലൈഫ് എക്സ്പെക്ടൻസി വാസ് ഓൺലി 32 ഇയേഴ്സ്. ആൾക്കാർ 32 വയസ്സ് വരെ മാത്രമേ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ 3 സ്റ്റേജുകളും പഠിച്ചോളൂ. ഡെമോഗ്രാഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 പ്രധാനപ്പെട്ട സ്റ്റേജുകൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ?